വിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പ്രധാനമന്ത്രി കിസാൻ നിധിയുടെ 19ാം ഗഡു നാളെ തന്നെ നമുക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴിയാണ് 2000 രൂപ നമുക്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ബെനിഫിഷ്യറി ലിസ്റ്റിൽ നമുക്ക് അംഗമാണോ എന്ന് നമുക്ക് പരിശോധിക്കാൻ പറ്റും. അത് നമുക്ക് സ്വമേധയാ പരിശോധിക്കാവുന്നതേ ഉള്ളൂ. അത് എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ അതിനുവേണ്ടി ചെയ്യേണ്ടത് PM കിസാൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. അതിനുശേഷം നമ്മൾ ഹോം പേജിൽ ഫാർമേഴ്സ് കോർണർ എന്ന് പറയുന്ന ഒരു വിഭാഗം കാണും. അവിടെ നമുക്ക് ബെനിഫിഷ്യറി ലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. ആ ലിസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മൾ മറ്റൊരു പേജിൽ നമ്മൾ എത്തിച്ചേരുന്നതാണ്. ഇവിടെ നമുക്ക് സംസ്ഥാനം, ജില്ല, ഉപജില്ല, ബ്ലോക്ക് ഇവയെല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കേണ്ട ഓപ്ഷൻ ഉണ്ട്. അതോടൊപ്പം നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഏതെന്നിവിടെ നമ്മളിവിടെ സെലക്ട് ചെയ്ത് നൽകുക. തുടർന്ന് നമ്മൾ റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ലിസ്റ്റ് വരുന്നതാണ്. ഇവിടെ നമുക്ക് നമ്മുടെ കർഷകരുടെ ഏതെല്ലാം കർഷകരാണ് ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കർഷക സ്റ്റേറ്റസ് നമുക്ക് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരവസരം ഉണ്ടായിരുന്നു. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ സൈറ്റിൽ തന്നെ സന്ദർശിക്കുക. ഏതാണ് PM കിസാൻ government.in എന്ന് പറയുന്ന വെബ്സൈറ്റ് തന്നെ സന്ദർശിച്ച ശേഷം നമുക്കിവിടെ ഫാർമേഴ്സ് കോർണറിൽ നമുക്ക് ഫാർമേഴ്സ് കോർണർ എന്ന് പറയുന്നതിൽ നമ്മൾ നോ യുവർ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ടാവും. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ ഇപ്പോഴുള്ള നില എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് എന്തെങ്കിലും അയോഗ്യത കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കി നമുക്കതനുസരിച്ച് നമുക്ക് എന്തെങ്കിലും അപ്ഡേറ്റുകൾ നൽകണമെങ്കിൽ നൽകാവുന്നതാണ്. പ്രത്യേകിച്ച് നമ്മൾ PM കിസാൻ നിധിയുടെ 19ാം ഗഡു ഏതെങ്കിലും കാരണം കൊണ്ട് നമുക്ക് മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ചിലപ്പോൾ നമ്മൾ KYC പരമായ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്ത് നൽകാത്തവരായിരിക്കണം. അല്ലെങ്കിൽ അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ ബാക്കി എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും സാമ്പത്തിക മാനദണ്ഡങ്ങൾ എല്ലാം നമ്മൾ യോഗ്യരാണോ എന്ന് നമ്മളിത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ആനുകൂല്യങ്ങൾ എല്ലാവരും കൃത്യമായ രീതിയിൽ തന്നെ നമ്മൾ ആക്സസ് ചെയ്ത് നാളെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.